ജൂൺ 1 മുതലാണ് UAE-യിലെ ബാങ്കുകൾ നിർബന്ധിത മിനിമം ബാലൻസ് സംവിധാനം നടപ്പാക്കുന്നത്. ഇതനുസരിച്ച് 3000 മുതൽ 5000 ദിർഹം വരെ മിനിമം ബാലൻസ് പാലിക്കാത്തവർ മാസം 25 ദിർഹം വീതം അടയ്ക്കേണ്ടി വരും. 5000 ദിർഹത്തിന് മുകളിലുള്ളവർക്ക് അതിനനുസരിച്ചാകും നിരക്ക്. വ്യക്തികളുടെ പേരിലുള്ള എല്ലാ അക്കൗണ്ടുകൾക്കും തീരുമാനം ബാധകമാണ്. ഈ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാത്തതിനുള്ള ഫീസ് ഒഴിവാക്കാനായിട്ടുള്ള 3 ഓപ്ഷൻസ് ആണ്. ഒന്നുകിൽ ശരിക്കും പറയുന്ന പോലെ മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് അവർക്കുണ്ടായിരിക്കുകയോ, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ലോൺ ഫെസിലിറ്റി ബാങ്കിൽ നിന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാർജസ് ആപ്ലിക്കബിൾ ആവത്തില്ല, അല്ലെങ്കിൽ അത് വേവ് ഓഫ് ചെയ്ത് കൊടുക്കപ്പെടും. ദൈനംദിന ചെലവ് നേരിടാനും തെറ്റായ ബാങ്ക് ഇടപാടുകൾ അവസാനിപ്പിക്കാനുമാണ് നടപടിയെന്ന് ബാങ്ക് അധികൃതർ വിശദീകരിക്കുന്നു. ബാങ്കുകളുടെ നടത്തിപ്പിനും ഡിജിറ്റൽ സേവനങ്ങൾക്കും വലിയ ചെലവുണ്ട്. ഇത് പരിഹരിക്കണം. ഹൈ കോസ്റ്റാണ് ഇതിനകത്ത് ഒരു അക്കൗണ്ട് റൺ ചെയ്യുന്നതിന് ബാങ്കിന് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്. ആ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ചാർജസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഏതെങ്കിലും എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻ മോഡുകൾ നോക്കാം. ഇപ്പോൾ എക്സ്ചേഞ്ചിലാണെന്നുണ്ടെങ്കിൽ പോലും അവർ ATM വിഡ്രോവൽ കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികൾക്ക്, ചെറിയ കമ്പനികൾക്ക് വേണമെങ്കിൽ ആ കമ്പനികൾക്ക് പ്രീപെയ്ഡ് കാർഡുകൾ അവരുടെ സ്റ്റാഫുകൾക്ക് സാലറി കാർഡായിട്ട് കൊടുക്കാം. ചില ബാങ്കുകൾ തീരുമാനം നേരത്തെ നടപ്പാക്കി തുടങ്ങിയിരുന്നു. മാത്രമല്ല, ഫീസ് നിരക്കിന്റെ കാര്യത്തിലും ബാങ്കുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. സുരേഷ് വെള്ളിമുറ്റം, മാതൃഭൂമി ന്യൂസ്, ദുബായ്.